ഞാനിന്ന് വറുത്തരച്ച ബീഫ് കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് കൊച്ചുള്ളി 2ആയിട്ട് അരിഞ്ഞത്, ഏറ്റവും പൊടി ഉള്ളി, ഒരു അരമുറി സവാള, കരിവേപ്പില, പച്ചമുളക്, ഉണക്കത്തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, നമ്മളെ ഇവിടെ വീട്ടിൽ പിടിച്ച മല്ലിയില, പിന്നെ കറി മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം. ഞാൻ പെരിഞ്ചീരകം എന്നാണ് പറയുന്നത്. ഇത് മുളക് മല്ലി വറുത്തത്, ഇത് വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വെളുത്തുള്ളി കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം, ഇടിയലിൽ വെച്ച്. ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ടല്ല ചതയ്ക്കുന്നത്. ഈ തൊലി നല്ലതുപോലെ കഴുകിയിട്ട് ചതച്ചിട്ട് ഇടുമ്പോൾ നല്ല ഒരു രുചിയും മണമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തൊലി കളയാതെ ചതയ്ക്കുന്നത്. അടുത്തത് ഇഞ്ചിയാണ് ചതയ്ക്കുന്നത്. ഇഞ്ചി തൊലി കളഞ്ഞ് തന്നെ എടുത്തേക്കുന്നത്. ഇതാണ്. പക്ഷേ ഒരുപാട് ഞാൻ ചതയ്ക്കത്തില്ല. വെളുത്തുള്ളി ഇഞ്ചി ഒരുപാട് ചതയ്ക്കത്തില്ല. ഞാൻ ഒരു കുറച്ച് ചതയ്ക്കുകയുള്ളൂ. അത് കിടന്ന് മൂക്കുമ്പോൾ അതൊരു പ്രത്യേക മണവും ആ കറിക്കും ഒരു നല്ല മണമാണ്. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒരുപാട് ചതയ്ക്കത്തില്ല. ഈ വറുത്തരച്ച് കറി വയ്ക്കാൻ പഠിച്ചത് ഞാനൊരു വീട്ടിൽ നിന്നാണ്. 2004 ഞാൻ പഠിച്ചത് ഇങ്ങനെ വറുത്തരച്ച് കറി വയ്ക്കാൻ. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഞാൻ അതിലാദ്യം ഇടുന്നത് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകം ഇട്ട് ആ പൊടി കൊച്ചുള്ളിയാണ് ഇടുന്നത്. അതുകൊണ്ട് ഉള്ളിത്തോലി കളയാൻ ഭയങ്കര പാടാണ്. പക്ഷേ അതിട്ടപ്പോൾ അതിൻ്റേതായ ഒരു രുചിയുണ്ട്. പിന്നെ ഇച്ചിരി വലിയ കൊച്ചുള്ളി 2ആയിട്ട് അരിഞ്ഞത് അതും ഇട്ട്, അരമുറി സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതും ഇട്ട്. ഉപ്പിടുന്നില്ല കേട്ടോ. ഉപ്പ് ഞാൻ ബീഫിലിട്ട് വേവിച്ചപ്പോഴത്തേക്കും ഇച്ചിരി ഉപ്പ് കൂടിപ്പോയായിരുന്നു. അതുകൊണ്ട് ഉപ്പിടുന്നില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാൻ പറ്റിയില്ല. പിന്നെ തക്കാളി ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ തക്കാളി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ട് വാട്ടി. ഞാൻ 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. മുളകും മല്ലി വറുത്തരച്ച അരപ്പാണ്. ശകലം വെള്ളം ഒഴിച്ചാണ് ഞാൻ അരച്ചത്. അതുകൊണ്ട് ആ വെള്ളം ഒന്ന് പറ്റണം. ബീഫ് ഞാൻ തളിക്കുന്ന ദിവസം ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നത് കൊണ്ടാണ്. ഇതൊന്ന് ആ പഴയ അരപ്പിലെല്ലാം കൂടി കിടന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റുമ്പോൾ ഇങ്ങനെയാവും. ഇങ്ങനെ ആയതിനു ശേഷം മാത്രമേ ബീഫ് തളിക്കുന്ന ദിവസം വേവിച്ച് വെച്ച ബീഫ് ഇടാവുള്ളൂ. എങ്കിലേ അതിൻ്റെ ഒരു രുചി ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് ആ അരപ്പിൽ അരപ്പും ഈ ഇപ്പം ഇട്ട ബീഫും എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് ഇളക്കി മറിയുമ്പോഴത്തേക്ക് ഇച്ചിരി കറി മസാല, അത് വീട്ടിൽ പൊടിച്ച കറി മസാലയാണ്. പിന്നെ കുരുമുളക്, അതും ഞാൻ ഇവിടെ വീട്ടിൽ പൊടിച്ചതാണ്. നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. എനിക്ക് അളവൊന്നും ഞാൻ പറയുന്നില്ല, അവരൊരു ആവശ്യത്തിനിടാം. പിന്നെ ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ അരപ്പും ഇറച്ചിയെല്ലാം കൂടി കിടന്നൊന്ന് വേവാൻ വേണ്ടി, അരപ്പ് പിടിക്കാൻ വേണ്ടി. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് ഞാൻ തലേക്ക് ദിവസം ബീഫിൽ വേവിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ ഉപ്പിട്ട് വാട്ടായിരുന്നത്. പിന്നെ ഇവിടെ വീട്ടിൽ ഞാൻ നട്ട് വളർത്തിയ എൻ്റെ മല്ലിയിലയാണ്. രസത്തിലൊക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ ഞാൻ വേറെ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഇതിട്ട് കൊടുത്തത്. അതെല്ലാം കൂടി ചേർന്ന് തിളച്ചെന്നപ്പോൾ വല്ലാത്ത മണം, നല്ല മണമായിരുന്നു. ഞാൻ തിളച്ചൊരുവിധം വറ്റിയപ്പോൾ ഞാനങ്ങ് ഇറക്കി വെച്ച്. ഇതിൻ്റെ കൂടെ പൊറോട്ടയോ എന്ത് വേണമെങ്കിലും കഴിക്കാം, അവരവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഞാൻ ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത്, കറിവേപ്പിലയെന്നും പറയും. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചപ്പാത്തിയായിരുന്നു. ഞാൻ ആ ചപ്പാത്തിയുടെ കൂടെയാണ് കറി വെച്ചത്. അപ്പം എൻ്റെ ഈ കൊച്ചടുക്കള ഇഷ്ടപ്പെട്ടാൽ, ഈ കൊച്ചടുക്കള എന്ന ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എൻ്റെ ഈ ബീഫ് കറി ഒന്ന് കയറി കാണണം. ഓരോ കഷ്ണമെടുത്ത് കൂട്ടിയിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വോയിസ് കൊടുത്ത് വീഡിയോ ഇടുന്നത്. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും ചെയ്യണം. അടുത്ത വീഡിയോയിൽ തെറ്റുകളെല്ലാം നികത്തി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വറുത്തരച്ച ബീഫ് കറി ഇത്രയേ ഉള്ളൂ.